നമസ്കാരം. ശബരിമലയിൽ ശ്രീകോവിലിന്റെ ഉൾവശമടക്കം മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുവാൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സന്നിധാനത്തിനും മേലെയും തിരുമുറ്റത്തും സോപാനത്തിന് സമീപവും മൊബൈൽ ഫോൺ ഉപയോഗം കർശനമായി നിരോധിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സന്നിധാനത്ത് ഫോട്ടോ എടുക്കുന്നതിനും റീൽസ് ചിത്രീകരിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് പി.കെ. പ്രശാന്ത് അറിയിച്ചു. ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരിൽ ചിലർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ശ്രീകോവിലിന്റെ ഉൾവശം അടക്കം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നിയന്ത്രണം കടുപ്പിച്ചത്. തീർത്ഥാടകർക്കും ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം ഇത് ബാധകമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. മാളികപ്പുറത്ത് മഞ്ഞൾപ്പൊടി വിതറുന്നതിനും ഭസ്മം തൂവുന്നതിനും ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇവ നിക്ഷേപിക്കുന്നതിനായി പ്രത്യേക സംവിധാനമൊരുക്കുമെന്നും സ്വാമിമാർക്ക് ഇക്കാര്യം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുന്നതിന് ജീവനക്കാരെ നിയോഗിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അതിനിടെ ശബരിമലയിലെ 18-ാം പടിയിൽ ഫോട്ടോഷൂട്ട് നടത്തി 23 പോലീസുകാരെ കണ്ണൂർ KAP 4 ക്യാമ്പിലേക്ക് നല്ല നടപ്പ് പരിശീലനത്തിന് അയച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ 18-ാം പടിയിൽ പുറം തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തത് ഗുരുതര വീഴ്ചയെന്നാണ് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ KE ബൈജുവിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയുടെ ചുമതലയുള്ള ADGP S. ശ്രീജിത്ത് പോലീസുകാർക്കെതിരെ നടപടി ശുപാർശ ചെയ്തത്. തിരുവനന്തപുരം SP ക്യാമ്പിലെ 23 പോലീസുകാരെയാണ് കണ്ണൂർ KAP 4ലേക്ക് പരിശീലനത്തിന് അയക്കുന്നത്. തീവ്ര പരിശീലനം നൽകണമെന്നാണ് ADGPയുടെ നിർദ്ദേശം. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആദ്യ ബാച്ച് പോലീസുകാർ ഡ്യൂട്ടി പൂർത്തിയാക്കി ഇറങ്ങും മുൻപ് 18-ാം പടിയിൽ പുറം തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തത്. സാമൂഹിക മാധ്യമങ്ങളടക്കം സംഭവം വലിയ വിവാദമായിരുന്നു.